ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച സ്കൂളിലേക്കൊന്ന് പോകാൻ പോവാണ് കേട്ടോ. ഒരു ഗെറ്റ് ടുഗദർ പ്ലാൻ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് അവിടുത്തെ PTA റിക്വസ്റ്റ് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ പോകാൻ പോവാണ്. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നോമ്പൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ക്ഷീണമൊക്കെ ഉണ്ട്. വയ്യാണ്ടവിടെ കിടന്നതാണ്. പക്ഷേ ഇത് ഇന്ന് നടന്നില്ലെങ്കിൽ പിന്നെ ഇത് നടക്കാതെ പോകും. റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏത് ദിവസം നടത്താമെന്ന് നമ്മുടെ പ്രിൻസിപ്പലിനോട് ഒരു അപേക്ഷ കൊടുക്കണം. അപ്പോൾ അവരത് PTA വെച്ച് പാസ്സാക്കിയിട്ടാണ് നമുക്കതിനുള്ള അനുമതി തരിക. അപ്പോൾ അതിനുള്ള ഒരു പുറപ്പാടിലാണ് നമ്മൾ പഠിച്ചിറങ്ങിയിട്ടൊരു 13 വർഷം ആവുന്നുണ്ട്. ഇപ്പോൾ ഈ വർഷം 13ാമത്തെ വർഷമാണ്. അതിനിടയ്ക്ക് വെച്ച് ഒരിക്കൽ പോലും നമ്മൾ അതുപോലൊരു മീറ്റപ്പ് നടത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും ഇത് നമ്മൾ കുറച്ച് പേര് മാത്രം എടുത്തൊരു തീരുമാനമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളൊന്ന് സെറ്റാക്കിയിട്ട് എല്ലാവരും അറിയിക്കാമെന്ന് വിചാരിച്ചു. കുറേ നാളായിട്ട് ഇതിൻ്റെ പ്ലാനിങ് നമ്മുടെ ഗ്രൂപ്പിലൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഒന്നും അങ്ങോട്ട് ഒക്കുന്നില്ല. അങ്ങനെ എല്ലാവരെയും ചേർത്ത് നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഉള്ളവരെ വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും സ്കൂളിലോട്ട് പോട്ടെ. അവിടെ ചെന്നിട്ട് ബാക്കി എന്താണെന്ന് വെച്ചാൽ നോക്കണം. അപ്പോൾ പോയിട്ട് വരാം. അപ്പോൾ നമ്മുടെ ആശാൻ ഇത്തിരി ക്ഷീണകാലമാണ് കേട്ടോ. അധികം എടുക്കാറൊന്നുമില്ല. ഇപ്പോൾ ആണെങ്കിൽ നോക്കിയപ്പോൾ പെട്രോളും ഇല്ല. അപ്പോൾ വാപ്പാട് നമ്മുടെ വേറെ വണ്ടികളിലൊക്കെ ഒഴിക്കാൻ മേടിച്ചുകൊണ്ട് വെച്ചിരിക്കുന്ന പെട്രോളാണ്. നമുക്ക് പൊക്കാം, കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് പോകാം. കാരണം സ്കൂൾ അടുത്ത് തന്നെയാണ്. വളരെ കുറച്ച്. ഓക്കെ, ആശാനാകെ വയ്യ, അങ്ങോട്ട് അടയുന്നില്ല. ആയത് ദിവസം അറിയുന്നില്ല കേട്ടോ, ഞാൻ വണ്ടിയിൽ പോവാണെന്ന് നോക്കി അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മളെ ബാഗ്, പാല് മേടിക്കാനുള്ള കുപ്പി, പോവാം. അപ്പോഴേക്കും അവൻ ഓടി വന്ന് വണ്ടിയിൽ കയറി. പിന്നെ എടുത്ത് ഉമ്മയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ട് തിരിച്ച് ഞാൻ ഓടി വന്ന് കയറുന്നതാണ് കേട്ടോ. ഞാൻ ഈ വണ്ടി പഠിച്ച് ലൈസൻസ് എടുത്തിട്ട് 4 വർഷത്തിൽ കൂടുതലായിട്ടുണ്ടെങ്കിലും ഞാനിപ്പോഴും ഇഴച്ചിൽ നിർത്തിയിട്ടില്ല കേട്ടോ. ഇവിടെ ഫുള്ളിങ്ങനെ ചരളാണ്. അതുമാത്രമല്ല നല്ല വെയിലത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നേരെ എടുത്ത് പോകാറില്ല, സൂക്ഷിച്ചിറക്കാറേ ഉള്ളൂ. അതുപോലെ എൻ്റെ മാക്സിമം കിലോമീറ്റർ എന്ന് പറയുന്നത് 40 കേട്ടോ. ഞാൻ പതുക്കെ പോകുള്ളൂ. ഏതൊരു വണ്ടി നമ്മളെ ഓവർടേക്ക് ചെയ്താലും ഞാൻ ആരും മൈൻഡ് പോയില്ല. ഞാൻ എൻ്റെ വഴിക്ക് പതിയെ പോവുള്ളൂ കേട്ടോ. ഒരു വാശിയും അങ്ങനെ ഒന്നും കാണിക്കാറില്ല. എൻ്റെ സേഫ്റ്റി മാത്രമാണ് ഞാൻ നോക്കുക. അങ്ങനെ ഞങ്ങളുടെ സ്കൂളെത്തി. ഇതാണ് എൻ്റെ ഫ്രണ്ട് കേട്ടോ. കുറച്ച് ദിവസം മുമ്പ് ഞങ്ങളിവിടെ വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ഗെറ്റ് ടുഗദറിനെ പറ്റിയിട്ട് പ്രിൻസിപ്പലിനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്രിൻസിപ്പളാണ് ഈ ഒരു റിക്വസ്റ്റിൻ്റെ കാര്യം പറഞ്ഞത്. അന്ന് നമ്മൾ 3-4 പേരുണ്ടായിരുന്നു. ഇന്ന് ഞാനും അവനും മാത്രമേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ പഠിച്ചിറങ്ങിയതിൽ നിന്നും ഒരുപാട് മാറ്റങ്ങളാണ് നമ്മളെ സ്കൂളിൽ വന്നിട്ടുള്ളത്. ആ +2 പഠിക്കുന്ന ഒരു കുട്ടിയിൽ നിന്നും ഈ ഒരു 13 വർഷം കൊണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ ആ ക്ലാസ്സിലെ ഭൂരിഭാഗം കുട്ടികളായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് നമ്മൾ ഇന്നും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. എസ്പെഷ്യലി ഞാൻ. ആൺകുട്ടികളിൽ എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ഇവനാണ് കേട്ടോ. പെൺകുട്ടികളിൽ നമ്മൾ ഇപ്പോഴും കോണ്ടാക്റ്റുള്ള, ഇപ്പോഴും ഒരുപാട് നേരം സംസാരിക്കുന്ന, ഒത്തിരി കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരുപാട് ഫ്രണ്ട്സ് എനിക്കുണ്ട്. കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയി ഇപ്പോഴും നമ്മൾ ഈ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് പ്രൗഡ് ചെയ്യുന്ന ഒരാളുണ്ട്. അതെൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് എൻ്റെ ഹസ്ബൻഡ്. എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ സന്തോഷങ്ങളിൽ ഒരിക്കലും തടസ്സം നിൽക്കാത്ത ഒരാളാണ്. നമ്മൾ വന്ന കാര്യം നടന്നില്ല കേട്ടോ. പ്രിൻസിപ്പൾ പരീക്ഷാ ഹാളിലാണ്. അദ്ദേഹം ഫ്രീ ആകുമ്പോൾ 5:30 മണിയാവും. അപ്പോൾ നമ്മൾ മറ്റൊരു ദിവസം വരാമെന്ന് പറഞ്ഞിട്ട് പോവാണ്. അവൻ അവൻ്റെ വഴിക്കും പോയി, ഞാൻ എൻ്റെ വഴിക്കും പോകുന്നു. അപ്പോൾ ഇത് നമ്മുടെ കമ്പനിയാണ് കേട്ടോ. അപ്പോൾ അപ്പുറത്ത് പാൽ സൊസൈറ്റി ഉണ്ട്. നമുക്ക് അവിടെ പോയിട്ട് ആ പാൽ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വീട്ടിലേക്ക് പോവാം. വീട്ടിൽ ചെന്നപ്പോൾ അതോ എല്ലാം പൂട്ടിക്കെട്ടി കിടക്കുന്നുണ്ട്. ആരെയും വിളിച്ചിട്ടൊന്നും കണ്ടില്ല. അപ്പോൾ ഞാൻ തന്നെ തുറന്നങ്ങ് കയറി. ഇങ്ങനല്ലല്ലോ നീ പറഞ്ഞത്. നിനക്ക് ഡയറി മിൽക്ക് മാത്രം മതി എന്നല്ലേ പറഞ്ഞ? വേണം. കൊള്ളാം മോക്കുമ്മ, സൂപ്പർ.
സൂപ്പർ എവിടെ സൂപ്പർ? സൂപ്പർ കണ്ടില്ലല്ലോ. സൂപ്പർ എവിടെ? ആ ഇല്ല. അപ്പോൾ ഇന്ന് നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കണത് പാത്തുവാണ് കേട്ടോ. പാത്തുന്ന് ഫുൾ ഫോമിലാണ്, കാരണം നോമ്പില്ല. അക്കൂസ് ഓറഞ്ചൊക്കെ എടുത്തോണ്ട് നിൽക്കണേണ് കേട്ടോ. അക്കൂസേ, ഇത് ഓറഞ്ച് എന്തിൻ്റെ എടുത്തോണ്ട് വന്ന? നോമ്പില്ലെങ്കിൽ നോമ്പുള്ളവരെ സഹായിക്കണ്ടേ? എന്തുവാ? ഇതൊക്കെ പോരെ. പാത്തുക്കുട്ടിയുടെ ഡെക്കറേഷനാണ്. ഇത് ഏത് ഫാഷനാണ് എന്തോ. ഇത് നോമ്പ് തുറക്കാറായി. നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാണ്. ഇത് ഐതൂട്ടിയാണ് ഫസ്റ്റ് ഇവിടെ നോമ്പ് തുറക്കുന്നത് കേട്ടോ. എന്നും അവനാണ് ഏറ്റവും ആദ്യം നോമ്പ് വിടുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കൂ. ബൈ ബൈ. ചായ